മഴതൊരു മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു. പൗലോസേട്ടൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അലീന ചായ ഇടുന്നത് കാണുന്നു. അത് ഇഷ്ടപ്പെടാതെ അയാൾ വേറെ ചായ വയ്ക്കാൻ വേണ്ടി പാത്രം കഴുകി വെള്ളം എടുക്കുന്നു. അപ്പോൾ അലീന ഇന്ന് പൗലോസേട്ടായി ചായ കുടിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് ചായയൊന്നും വേണ്ട, ഞാൻ മറ്റുള്ളവർ ഉണ്ടാക്കുന്നത് കുടിക്കാറില്ല എന്ന് പറഞ്ഞ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. വായ്ക്ക് രുചിയായിട്ട് കുടിക്കണമെങ്കിൽ താൻ സ്വയം ഉണ്ടാക്കി കുടിക്കുന്നതാണ് ഇഷ്ടമെന്ന് പൗലോസ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പൗലോസേട്ടൻ സ്വന്തം ഇഷ്ടത്തിന് വീട്ടിൽ പോയി ഉണ്ടാക്കി കുടിക്കുകയാണ് നല്ലത്. ഇത് എൻ്റെ പപ്പയുടെ വീടാണ്, ഇവിടെ ഇത് നടക്കില്ല എന്ന് അലീന മറുപടി പറയുന്നു. എൻ്റെ അടുത്ത് മത്സരിക്കാനാണ് ഭാവമെങ്കിൽ പൗലോസേട്ടൻ പെട്ടിയും കിടക്കുകയും പാക്ക് ചെയ്ത് വെച്ചോളൂ. ഞാനൊരു 3 ദിവസം തരും. എന്നിട്ടും ഈ മനോഭാവം മാറിയില്ലെങ്കിൽ ഞാനൊരു വാക്കേ പറയുകയുള്ളൂ, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് അലീന ചായയും കൊണ്ട് വല്യപ്പച്ചനും പപ്പയ്ക്കും കൊടുക്കാൻ വേണ്ടി പോകുന്നു. ബൈജു അടുക്കളയിലേക്ക് വരുന്നു. എന്താ ഇത്ര ദേഷ്യമെന്ന് പൗലോസിനോട് ചോദിക്കുന്നു. അപ്പോൾ അലീന ഗെറ്റ് ഔട്ട് അടിക്കുമെന്ന് പറയുന്നു. അലീനയെക്കുറിച്ച് മോശമായ രീതിയിൽ പൗലോസ് ബൈജുവിനോട് പറയുന്നുണ്ട്. അവർ രണ്ടുപേരും തമ്മിൽ അലീനയെക്കുറിച്ചും വല്യപ്പച്ചനെക്കുറിച്ചും സംസാരിക്കുന്നു. ഇവരുടെ ബന്ധുക്കളെല്ലാം വന്നു കഴിയുമ്പോൾ ഇവളെ ഇവിടുന്ന് ഓടിച്ചോളുമെന്ന് പറഞ്ഞ് അവർ സമാധാനിക്കുന്നു. വല്യപ്പച്ചൻ സ്റ്റാൻലിയോട് ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോഴാണ് അലീന ചായയും കൊണ്ടുവരുന്നത്. അപ്പോൾ കുട്ടിച്ചായൻ അവളുടെ ചായയെക്കുറിച്ച് പൊക്കി പറയുന്നു. ചിഹ്നം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്, മുഖസ്വാമ്യം മാത്രമല്ല കൈപ്പുണ്യവും ഇങ്ങനെ ഒരുപോലെ വരുമോ എന്ന് പറയുന്നു. അത് കേട്ട് സ്റ്റാലിൻ ചിരിക്കുന്നു. അടുക്കളയിലെ കാര്യങ്ങൾ താൻ ഏറ്റെടുത്തെന്നും പൗലോസേട്ടനോട് അനാവശ്യ ചെലവുകളോ വൈശാഖിലോ വേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, പിന്നീടൊക്കെ ശരിയായിക്കോളും എന്ന് അലീന പപ്പയോട് പറയുകയാണ്. അപ്പോൾ ലാലിച്ചൻ പറയുന്നു, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകാതെ നോക്കുന്നതാണ് നല്ലത്. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണ്, അത് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. പപ്പ അതോർത്ത് വിഷമിക്കണ്ട, ഞാനതൊക്കെ നയപരമായി കൈകാര്യം ചെയ്തോളാം എന്ന് അലീന പറയുന്നു. എക്സമ്മയുടെ വീട്ടിൽ പള്ളിയിൽ അച്ഛനെ സന്ധ്യ സംഭാഷണത്തിന് വിളിച്ചു വരുത്തിയിരിക്കുന്നു. അച്ഛൻ പറയുന്നു, അവളെപ്പോഴും ഇങ്ങനെ പള്ളിയും പ്രാർത്ഥനയുമായിട്ട് നടന്നാൽ മതിയോ, മക്കളെ നോക്കണ്ടേ എന്ന്. കുളത്തുപുഴയിൽ പോയി ലാലിച്ചനോട് സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് റീത്തമ്മ പറയുന്നു. പൗലോസും ബൈജുവും ആൻ്റപ്പനും മാർക്കറ്റിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നു.